ഹായ് ആൾ. അപ്പോൾ PSC അവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PYQ സീരീസ് പാർട്ട് 1 എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു മാറ്റപ്പെടുകയും ചെയ്ത അവകാശം താഴെ പറയുന്നവയിൽ ഏതെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻസ്: ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, സ്വത്തവകാശം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് സ്വത്തവകാശമാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻസ്: 36-ാം വകുപ്പ്, 32-ാം വകുപ്പ്, 30-ാം വകുപ്പ്, 31-ാം വകുപ്പ്. ആൻസർ വരുന്നത് 32-ാം വകുപ്പാണ്. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് 32-ാം വകുപ്പിനെയാണ്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് പാസ്സാക്കിയത്? ഓപ്ഷൻസ്: 2002, 2008, 2004, 2005. ആൻസർ വരുന്നത് 2005-ലാണ്. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് 2005-ലാണ് പാസ്സാക്കിയത്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്തുക. തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ്: മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ട്. അടുത്ത ഓപ്ഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ഡോക്ടർ രംഗനാഥ മിശ്ര ആണ്. അടുത്ത ഓപ്ഷൻ, മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ കമ്മീഷന് അധികാരമുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഓപ്ഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993-ൽ പാർലമെൻറ്റ് പാസ്സാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമില്ല. അപ്പോൾ ശരിയായ ഓപ്ഷൻസാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ഡോക്ടർ രംഗനാഥ മിശ്രയാണ്. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ കമ്മീഷന് അധികാരമുണ്ട്. അടുത്ത ഓപ്ഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993-ൽ പാർലമെൻറ്റ് പാസ്സാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് നിലവിൽ വന്നത്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് ഇറക്കാം. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ്? ഓപ്ഷൻസ്: 1947 ഓഗസ്റ്റ് 10, 1947 ജനുവരി 26, 1947 ജൂലൈ 22, 1947 ജൂൺ 25. ആൻസർ വരുന്നത് 1947 ജൂലൈ 22-നാണ്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ച് രാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ആര്? ഓപ്ഷൻസ്: പഴശ്ശി രാജ, പാലിയത്തച്ചൻ, വേലുത്തമ്പി ദളവ, മാർത്താണ്ഡവർമ്മ. ആൻസർ വരുന്നത് പഴശ്ശി രാജ. അടുത്ത ചോദ്യം, കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? ഓപ്ഷൻസ്: ഹണ്ടർ കമ്മീഷൻ, ശ്രീകൃഷ്ണ കമ്മീഷൻ, ലോഗൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. ആൻസർ വരുന്നത് ലോഗൻ കമ്മീഷനാണ്. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. അപ്പോൾ ആദ്യം തൊട്ടൊന്നുകൂടി ഒന്ന് വായിക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു മാറ്റപ്പെടുകയും ചെയ്ത അവകാശമാണ് സ്വത്തവകാശം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്? 32-ാം വകുപ്പിനെയാണ്. അടുത്തത്, വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് പാസ്സാക്കിയത്? 2005-ലാണ് പാസ്സാക്കിയത്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ NHRCയെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായത് ഏതാണ്? തെറ്റായത്, മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ട് എന്ന് പറയുന്നതാണ് തെറ്റ്. ശരിയായ ഓപ്ഷൻസാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ രംഗനാഥ മിശ്രയാണ്. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികൾ അന്വേഷണം നടത്താൻ കമ്മീഷന് അധികാരമുണ്ട്. അടുത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 പാർലമെൻറ്റ് പാസ്സാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ്. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ്? ആൻസർ വരുന്നത് 1947 ജൂലൈ 22-നാണ്.
ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ച് രാജ, കൊട്ടിയൂർ രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരിയാണ് പഴശ്ശിരാജ. അടുത്ത ഓപ്ഷനാണ് അടുത്ത ചോദ്യമാണ്, കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. അപ്പോൾ അടുത്ത ചോദ്യം, തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് ആര്? ഓപ്ഷൻസ്: അയ്യനടികൾ തിരുവടികൾ, ജോസഫ് റബ്ബാൻ, രാജശേഖര വർമ്മ, കുലശേഖര ആഴ്വാർ. ആൻസർ വരുന്നത് അയ്യനടികൾ തിരുവടികൾ. തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് അയ്യനടികൾ തിരുവടികൾ. അടുത്ത ചോദ്യം, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ഓപ്ഷൻസ്: പണ്ടാരപ്പാട്ട വിളംബരം, ക്ഷേത്രപ്രവേശന വിളംബരം, ജന്മികുടിയാൻ വിളംബരം, കുണ്ടറ വിളംബരം. ഇതിൻ്റെ ആൻസർ വരുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ആര്? ഓപ്ഷൻസ്: റാണി ഗൗരി ലക്ഷ്മിബായി, റാണി ഗൗരി പാർവതിബായി, റാണി സേതു ലക്ഷ്മിബായി, ഉമ്മിൻ തമ്പിദളവ. ആൻസർ വരുന്നത് റാണി ഗൗരി പാർവതിബായി ആണ്. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായി. അടുത്ത ചോദ്യം, രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ആര്? ഓപ്ഷൻസ് വരുന്നത് ഹെർമൻ ഗുണ്ടർട്ട്, റവറൻഡ് മീഡ്, അർണോസ് പാതിരി, സി കേശവൻ. ഇതിന് ആൻസർ വരുന്നത് ഹെർമൻ ഗുണ്ടർട്ടാണ്. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ്. അടുത്ത ചോദ്യം, തുലാംബത്ത് സമരം എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻസ്: കയ്യൂർ സമരം, പുന്നപ്ര വയലാർ സമരം, ക്വിറ്റ് ഇന്ത്യ സമരം, പഴശ്ശി കലാപം. ആൻസർ വരുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. തുലാംബത്ത് സമരം എന്നറിയപ്പെടുന്നത് ഏതാണ്? പുന്നപ്ര വയലാർ സമരമാണ്. അടുത്ത ചോദ്യം, മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി ഏത്? ഓപ്ഷൻസ്: മംഗലാപുരം ഉടമ്പടി, ശ്രീരംഗപട്ടണം ഉടമ്പടി, അലഹബാദ് ഉടമ്പടി, മദ്രാസ് ഉടമ്പടി. ആൻസർ വരുന്നത് ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടിയാണ് ഇത്, ശ്രീരംഗപട്ടണം ഉടമ്പടി. അടുത്ത ചോദ്യം, കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? അപ്പോൾ ഓപ്ഷൻസ്: കെ പി കറുപ്പൻ, സഹോദരൻ അയ്യപ്പൻ, വി ടി ഭട്ടതിരിപ്പാട്, വാഗ്ഭടാനന്ദൻ. ആൻസർ വരുന്നത് വി ടി ഭട്ടതിരിപ്പാടാണ്. കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? വി ടി ഭട്ടതിരിപ്പാട്. അടുത്ത ചോദ്യം, മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം? ഓപ്ഷൻസ്: 1791, 1891, 1896, 1691. ആൻസർ വരുന്നത് 1891 ആണ്. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം ഏതാണ്? 1891. അപ്പോൾ നേരത്തെ തൊട്ടൊന്നും കൂടി ഒന്ന് പറയാം. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് 1947 ജൂലൈ 22. ബ്രിട്ടീഷ് രേഖകൾ പൈച്ച് രാജ, കൊട്ടിയൂർ രാജ എന്നീ പേരുകളിൽ അറിയപ്പെട്ട ഭരണാധികാരിയാണ് പഴശ്ശിരാജ. അടുത്ത ചോദ്യം, കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. തരിസാപ്പള്ളി ലിഖിതം എഴുതിയത് അയ്യനടികൾ തിരുവടികൾ. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ സൗജന്യം നിർബന്ധിതമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായി. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ്. തുലാംബത്ത് സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? വി ടി ഭട്ടതിരിപ്പാടാണ്. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം 1891. അടുത്ത ചോദ്യം, ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോണിൻ്റെ ജന്മസ്ഥലം ഏതാണ്? ഓപ്ഷൻസ് വരുന്നത് ഏതൊക്കെയാണ്? ഇംഗ്ലണ്ട്, ജർമ്മനി, ഓസ്ട്രേലിയ, ഫ്രാൻസ്. ആൻസർ വരുന്നത് ഓസ്ട്രേലിയയാണ്. ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോണിൻ്റെ ജന്മസ്ഥലം ഓസ്ട്രേലിയ ആണ്. അടുത്ത ചോദ്യം, പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏത്? ഓപ്ഷൻസ്: ബോക്സിങ്, ടേബിൾ ടെന്നീസ്, കബഡി, ഫുട്ബോൾ. ആൻസർ വരുന്നത് ടേബിൾ ടെന്നീസാണ്. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണ്? ടേബിൾ ടെന്നീസാണ്. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ടേബിൾ ടെന്നീസാണ്. അടുത്ത ചോദ്യം, ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം ആര് എന്നാണ്? ഓപ്ഷൻസ്: ധ്യാൻ ചന്ദ്, കർണ മല്ലേശ്വരി, പി ടി ഉഷ, സുനിൽ ഗവാസ്കർ. ആൻസർ വരുന്നത് ധ്യാൻ ചന്ദാണ്. ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരമാണ് ആര്? ധ്യാൻ ചന്ദ്.
അടുത്ത ചോദ്യം, പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻസ് ആലപ്പുഴ, കൊല്ലം, വയനാട്, ഇടുക്കി. ആൻസർ വരുന്നത് വയനാടാണ്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. അടുത്ത ചോദ്യം, പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം ഏതാണ്? ഓപ്ഷൻസ് പറമ്പിക്കുളം, സൈലന്റ് വാലി, ഇരവികുളം, കല്ലട. ആൻസർ വരുന്നത് സൈലന്റ് വാലിയാണ്. പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്നത് ഏതാണ്? സൈലന്റ് വാലിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അപ്പോൾ ഓപ്ഷൻസ് ബ്രഹ്മി ലിഖിതം, ഖരോഷ്ഠി ലിഖിതം, വട്ടെഴുത്ത് ലിഖിതം, ക്യൂണിഫോം ലിപി. ആൻസർ വരുന്നത് വട്ടെഴുത്ത് ലിഖിതം. കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് വട്ടെഴുത്ത് ലിഖിതത്തിൽ നിന്നാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണ്? ഓപ്ഷൻസ് ചെറുതോണി, പൈനാവ്, കൽപ്പറ്റ, മൂലമറ്റം. ആൻസർ വരുന്നത് മൂലമറ്റം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണ്? മൂലമറ്റമാണ്. അടുത്ത ചോദ്യം, പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി ഏത്? പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി ഏത്? ഓപ്ഷൻസ് കുന്തിപ്പുഴ, പെരിയാർ, ഭവാനി, പമ്പാ നദി. ആൻസർ വരുന്നത് പെരിയാറാണ്. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദിയാണ് ഏത്? പെരിയാർ. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദിയാണ് പെരിയാർ. അടുത്ത ചോദ്യം, 5 തിണൈകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? 5 തിണൈകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻസ് മലമ്പ്രദേശം, വയൽ, പുൽമേട്, കടൽ തീരം. ആൻസർ വരുന്നത് കടൽ തീരമാണ്. നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കടൽ തീരത്തിനെയാണ്. അടുത്ത ചോദ്യം, സംഘകാലഘട്ടത്തിൽ ഉപ്പു വ്യാപാരികൾ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? സംഘകാലഘട്ടത്തിൽ ഉപ്പു വ്യാപാരികൾ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? ഓപ്ഷൻസ് വരുന്നത് ഏതൊക്കെയാ? ഉമണർ, മറവർ, പൊൻവണികൾ, അറുവൈ വണികൻ. അതിൻ്റെ ആൻസർ വരുന്നത് ഉമണറാണ്. സംഘകാലത്ത് ഉപ്പു വ്യാപാരികൾ എന്ത് പേരിലാണ് അറിയപ്പെട്ടത്? ഉമണർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് വായിക്കാം. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം 1891. ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോണിൻ്റെ ജന്മസ്ഥലം ഓസ്ട്രേലിയയാണ്. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനമാണ് ടേബിൾ ടെന്നീസ്. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനമാണ് ടേബിൾ ടെന്നീസ്. ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ധ്യാൻ ചന്ദ് ആണ്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ്. പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം സൈലന്റ് വാലിയാണ്. കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് വട്ടെഴുത്ത് ലിഖിതത്തിൽ നിന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയമാണ് മൂലമറ്റം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയമാണ് മൂലമറ്റം. പ്രാചീനകാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദിയാണ് പെരിയാർ. 5 തിണൈകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കടൽ തീരത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. സംഘകാലഘട്ടത്തിൽ ഉപ്പു വ്യാപാരികൾ ഏത് പേരിൽ അറിയപ്പെട്ടിരിക്കുന്നു? ഉമണർ എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ പാർട്ട് ഇവിടെ നിർത്തുന്നു. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഹെഡ്സെറ്റ് വെച്ച് കേട്ട് റിപ്പീറ്റഡ്ലി നിങ്ങൾ എത്ര തവണ കേൾക്കുന്നോ അത്രയും തവണ നിങ്ങളുടെ മനസ്സിൽ പതിയും.